സർദാർ ഞങ്ങൾക്ക് കുറച്ച് അറിയണം ചേട്ടാ. ഇത് മുതിർന്ന ആരെങ്കിലും ഇടപെടണം ഇതില്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. സർദാറെ നമ്മളെ ഗ്രൂപ്പില് ചേട്ടാ നിങ്ങള് ശരത്തേട്ടനും ചന്ദ്രൻ കോഹ്ലിയുടെ ആയിരിക്കുമ്പോ ചന്ദ്രൻ വന്ന് എന്താണ് പറഞ്ഞത്? കുറച്ച് ദിവസത്തേക്ക് ആരും RP കയറണ്ടാന്ന്. ആണോ? അതെ. ചന്ദ്രൻ RP കയറി. ഞങ്ങള് വേറെ ചന്ദ്രൻ കയറി. അവർ കോഹ്ലിയുടെ അല്ലേ? പറഞ്ഞ വാക്കിന് വില വേണ്ടേ? വന്നിട്ടില്ലല്ലോ. അല്ല ചന്ദ്രൻ വേറെ സിറ്റി കയറി. ഇത് ചോദിക്കാനും പറയുന്നത് ചേർത്തേട്ടാ, നിങ്ങളൊക്കെ പറയുന്ന വാക്കിനൊരു വിലയുണ്ടോ? ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നമ്മുടെ ബിലവഡ് ലീഡറായ ഈഗിൾ ഗെയിമിംഗ് ആണ് പറഞ്ഞത്. വേറൊരു സിറ്റിയിലും കയറി കളിക്കണ്ടെന്നുള്ളത്. അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡ്രീമർ വന്നായിരുന്നു. ഡ്രീമർ ആണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ ചന്ദ്രനാണ് സപ്പോർട്ട് ചെയ്തത് അന്ന്. അപ്പം അത് ലീഡറിന് ആ പ്രശ്നമില്ലെങ്കിൽ ഐ ഡോണ്ട് നോ ബാക്കിയുള്ളവർക്ക്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് തിരക്കൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശരത്തേട്ടാ, ഈഗിൾ ബ്രോ ഇല്ലാത്ത സമയം ഈ ഗ്യാങ് നശിച്ചു പോവാനുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോ ശരത്തേട്ടൻ വിട്ടുകൊടുക്കോ? അങ്ങനെയാണോ ശരത്തേട്ടനെ എന്തുകൊണ്ടാണ് ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത് എല്ലാരും? പിന്നല്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ചെന്നിട്ട് എന്തോ അവന്റെ അടുത്ത് പറയണ്ടെന്നോ സിറ്റിന്ന് ഇറങ്ങാനോ? വഴക്ക് പറയണം, അവരെ വഴക്ക് പറയണം. എന്നാലും ഞങ്ങൾക്ക് ശരത്തേട്ടന്റെ അടുത്ത് പേടി വരുള്ളൂ കുറച്ചുകൂടെ. എന്നെ ആരും പേടിക്കണ്ട മോനെ, എന്നെ ആരും പേടിക്കണ്ട. ഞങ്ങൾക്ക് കളിക്കുന്നുണ്ട്, പക്ഷെ അവന് വഴക്ക് പറയണം. വഴക്ക് കേട്ടോണ്ടോ കളിച്ചാൽ മതി. അവ ആ മൂടോടെ കളിച്ചാൽ മതി. അല്ല ഞങ്ങള് കേറത്തില്ല. ഞാൻ സിയോണിലൊന്നും കേറുന്നില്ല. പക്ഷെ ചത്താലും കേറില്ല അങ്ങോട്ട്. അതല്ല, പക്ഷെ ചന്ദ്രൻ രണ്ട് വഴക്ക് പറഞ്ഞാൽ ഞങ്ങൾ അത് കേട്ടിട്ട് ഞങ്ങള് സമാധാനത്തോട്ട് ഇരുന്നോളാം. അറ്റ്ലീസ്റ്റ് ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടല്ലോ. ചന്ദ്രനൊന്നും പഴയ ചന്ദ്രനല്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ചന്ദ്രൻ പഴയ ചന്ദ്രൻ അല്ലായിരിക്കും, പക്ഷെ ജോക്കി പഴയ ജോക്കി തന്നെ. പവറും ഉണ്ട്. പറ ചന്ദ്രൻ, നിനക്ക് ശരത്തേട്ടന്റെ പേടിയുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ലൈവിന്റെ ഇടയ്ക്ക് എന്റെ VC വിളിക്കാൻ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മിണ്ടാതിരിയടാ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് നമ്മളെ ഗ്രൂപ്പിൽ സംസാരിച്ചില്ലായിരുന്നു, നമ്മള് എക്സ്ലാൻഡീസി വരുന്നവരെ ഒരു സിറ്റിയിലും കേറത്തില്ലായിരുന്നു. ബാബു പറഞ്ഞ് നമ്മളാരും കണ്ണപ്പിയും പറഞ്ഞ് നമ്മളാരും കേറിയിട്ടില്ല. പിന്നെ ചന്ദ്രൻ എന്തിനകത്ത് കേറിയേക്കുന്നേ അത് ചോദ്യം ചെയ്യണോ? ഞാൻ പറഞ്ഞു ചേട്ടാ കണ്ണാപ്പി വീഡിയോ ഇട്ടോ മറ്റേ VR കുടുക്ക പിടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും RDR ഒരു കുഴപ്പമില്ല. പിടിച്ചോണ്ട് നീ സ്കൈനെ കുടുക്ക പിടിക്കാൻ കയറിയതാ അപ്പുറത്ത്. ചേട്ടാ എനിക്ക് RDR ചുമ്മാ ഇരുന്നാണ്. ചേട്ടാ എനിക്ക് RDR കളിക്കാൻ പറ്റില്ല. എനിക്ക് അതിന്റെ സൗണ്ട് എനിക്ക് നല്ല ഇതുണ്ട്, ബഗ്ഗുണ്ട്. എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് അറിവിടെ ഞാൻ പഠിപ്പിച്ചത് ദീപ. അതിന് അങ്ങനെയൊന്നും പറയാതെ. എനിക്ക് സൗണ്ട് ബ്രേക്ക് ഉണ്ട്. എനിക്ക് ശരിയാക്കി തരുമോ? ഈസി ആയിട്ട് പുട്ടു പോലെ ശരിയാ. അല്ലെ എനിക്ക് ഇന്നലെ വരെ സൗണ്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കില്ല. നീ നിർത്ത്. നീ ആരാ പറയാ? ശരത്തേട്ട ഇടപെട്ട കേസാണ്. നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ സൈഡിൽ കൂടെ എന്തേലും കളിച്ചു പോവാണ്. നിങ്ങളെ ചേട്ടാ എനിക്ക് നല്ല സൗണ്ട് ബാഗ് കേട്ടാ എനിക്ക്. അതുകൊണ്ടാ ഞാൻ ഇത് കയറാത്ത. ചന്ദ്ര എങ്കിൽ ഒരു ഇതിലെതാ. ഇത് അതൊക്കെ RP കയറണമെങ്കിൽ ഞങ്ങളെ കൂടെ വന്ന് കൈലാസത്തിൽ കയറാം. പിന്നെ കണ്ട അണ്ടർ കളിക്കുന്നത് ഞാൻ കളിക്കില്ല. എനിക്ക് പീഡിയുള്ള സിറ്റി തന്നെ കളിക്കണം. പീഡിയുള്ള അടച്ച എന്നെ ഇവിടെ ഇട്ട്. എനിക്ക് പീഡിയുള്ള സിറ്റി തന്നെ കളിക്കണം. ഭയങ്കര നമ്മളാരും വരില്ലല്ലോ അവിടെ ആകുമ്പോ. നമുക്ക് സ്കൈക്ക് നമ്മളൊരു പ്രശ്നമില്ല. സ്കൈ ഒരു പാവോ, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല, സ്കൈയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് നീയാ സ്കൈയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തേ. ഒരുത്തം വന്നാലും ഇവിടെ കേട്ടരുതെന്ന്. അതല്ല, ചന്ദ്രൻ എന്തോ ഒരു സ്നേഹം ഉണ്ടല്ലേ പുള്ളിയായിട്ട്, എന്തോ അല്ലേ? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്.
ഇല്ല ഇതിലൊരു തീരുമാനം ബ്രോ. ഇല്ല, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നത് ശരത്തേട്ടൻ നീ ഇത് ശരത്തേട്ടൻ ഇരിക്കുമ്പോ ഇങ്ങനെ ഒഴിയുന്ന എനിക്ക് ഇതില് ഓൾറെഡി ശരത്തേട്ടൻ ഈ കേസിൽ ഒന്ന് രണ്ട് പരാതി ഉണ്ട്. ചന്ദ്രന് പഴയ ചന്ദ്രൻ അല്ല ചന്ദ്രൻ ഇപ്പൊ പറയുന്ന കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായേ. ചിലപ്പോ അവന്റെ അടുത്ത് പോയി കൈവരെ വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് പഴയ ശരത്തേട്ടനാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടേ പഴയ ശരത്തേട്ടനാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടേ. ഈ കണ്ണാപ്പി ഉണ്ടല്ലോ ഇവൻ അവന്റെ കുടുക്ക പിടിച്ച് മടുത്ത് ഒന്നും ചെയ്യല്ലേ ഇപ്പൊ ഇനി എന്നെ കൂടി എന്തെങ്കിലും ചെയ്യണം അവന്. പക്ഷെ ചന്ദ്ര കാര്യം പറയട്ടെ, അത് നമ്മള് ഡിസ്കസ് ചെയ്ത സാധനം അങ്ങനെ ആയിരുന്നു. ശരി ചന്ദ്ര നമുക്ക് ഇതിലൊരു സൊല്യൂഷൻ പറയാം. എനിക്കൊരു ഓപ്ഷൻ അല്ല ചന്ദ്ര അങ്ങനെയാണെങ്കിൽ ഒരു ചന്ദ്ര ഒരു സൊല്യൂഷൻ നീ അവിടെ കയറി കളിച്ചോ. പക്ഷെ കണ്ണാപ്പി RDCയുടെ മെയിൻ ആക്കി കയറണം അവിടെ. നടക്കോ? എന്നാ ഓക്കെയാണ്. നിന്നെ RDC കയറ്റും. ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് എന്ത് ചെയ്യാൻ? എനിക്ക് ആകെ അറിയുന്ന ഗെയിം RP അതും ഇല്ല. ചന്ദ്ര കണ്ണാപ്പി ചന്ദ്ര എനിക്ക് ഇന്നലെ വരെ വോയിസ് ബോക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് വോയിസ് ബോക്ക് ഇല്ല. അത് നിനക്കറിയാവോ? അത് നല്ല നീ RP കളി ചന്ദ്ര, നീ RP കളി. ഒറ്റ കാര്യമുള്ളൂ, കണ്ണാപ്പി RDC കയറണം. കണ്ണാപ്പിയും കൂടെ കൊണ്ടുപോകണം. അവനും കൂടെ നീ കൊണ്ടുപോകണം. നല്ലൊരു ഡീല് പറയാം പക്ഷേ ഞാനും ചന്ദ്രനും കൂടെ നമ്മൾ ഇതല്ലാത്ത പകുതിയാണോ ലോക റായോളികളാണ് നീയൊക്കെ. സത്യം പറയാൻ കണ്ടോണ്ടിരിക്കുന്നവരെ പറയുന്നേ. ബാബു ഞാൻ കാര്യം പറയട്ടെ. ആർപിയും ചെയ്ത് മനസ്സമാനായിട്ട് പൊക്കോണ്ടിരിക്കുക. നീ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അവനെയും വിളിച്ചു വരുത്തി? അത് എനിക്ക് എന്റെ കണ്ണാപ്പിന്റെ വിഷമം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ ആരെങ്കിലും ഒക്കെ വേണം. അതെ, എനിക്ക് അവന്റെ വിഷമം കേട്ടോണ്ട് അവന്റെ വിഷമത്തിൽ ഇടപെടാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. ചന്ദ്രൻ ഒരു വാക്ക് പറ, കണ്ണാ നീ ഇവിടെ വരുന്നത് വിളിക്കല്ലേ ബാബുശേട്ടാ? ചേട്ടാ സിമ്പിൾ പരിപാടി. വിളിച്ചോണ്ട് കയറി അവിടെ നമ്മുടെ സമാധാനം നശിപ്പിച്ച് കണ്ടേട്ടാ സ്വാർത്ഥനായി ചന്ദ്രനില്. ചന്ദ്രൻ റെഡ് ഓൺലൈൻ പ്ലേ ചെയ്യുന്ന കേട്ടോ ആള്. അത് നല്ല മൊത്തം കേക്കണം ബാബു. നീ ആയിരിക്കും അളിയ നീ എന്നെ കുറച്ച് ദിവസം മിസ് ചെയ്തില്ലേ? ഇപ്പൊ മാറിയോ? മാറിയില്ലേ? അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കണ്ണാപ്പി വാ, ഈഗിൾ ബ്രോ കോൾ ചെയ്യും. ഇത് ഗ്രൂപ്പ് കോൾ അറിയണമല്ലോ. ഇതിപ്പോ അനാവശ്യമായിട്ടുള്ള വെല്ലുവിളി നടത്തല് ഞാൻ പല പ്രാവശ്യം വിളിച്ചേ. ലീഡർ നമുക്ക് അറിയണമല്ലോ. കുറച്ചാള് ഈഗിൾ ബ്രോ സിനിമ പറയണോരെ ബാഹുബലി പറയണത് പോലെ കുറച്ചുനാൾ ഈഗിൾ ബ്രോ ഇല്ലെന്ന് പറയണ്ട. നിനക്ക് ലീഡർ ആയെന്നൊരു തോന്നലുണ്ടോ ചന്ദ്ര? ഉണ്ടടാ, ഉണ്ടെങ്കിൽ പറയണടാ. അണ്ണനെ വിളിച്ചോടെ കുറച്ചുകൂടെ മൂട്ടി ചന്ദ്രനെ എന്ത് വിഷമാടാ അതൊക്കെ അല്ലേ ചന്ദ്ര കണ്ണാപ്പി? ഓ അത് തന്നെ പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ സ്കീമോട് ചെയ്യാം, അതോടെ ചെയ്യും വെച്ച് കിട്ടുന്നില്ല. കണ്ണാപ്പി ഓ എന്തോ അണ്ണു നീ മറ്റേ ഐസ്ക്രീം മുമ്പ് RDR കയറി. നീ അവനെ കുറെ ഇത്ര പറഞ്ഞല്ലേ? നീ RDR കയറാ. നീ ഞങ്ങൾക്ക് കുറ്റം പറയാനല്ലേ അറിയോ ചേർത്തേട്ടാ? ഞങ്ങൾക്ക് കുറ്റം പറയാനല്ലേ അറിയാം. കഴിവ് വേണ്ടായിരുന്നു. ആകെ കളിക്കാൻ അറിയാം എനിക്ക്. അതും പോയി ചെയ്യാ. RDRക്ക് RDRോട് ഭയങ്കര ചേർത്തേട്ടാ ഇവിടെ നമ്മളിപ്പോ RP കളിക്കേണ്ടതൊന്നും അല്ലല്ലോ പറഞ്ഞേട്ടാ. എന്റെ ചെറുക്കനെയും കൂടെ ഒന്ന് കളിപ്പിക്കണം, കൂടെ കൊണ്ടുപോയി ഏറ്റെടുക്കണം. അത്രല്ലേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത്രേ പറഞ്ഞുള്ളൂ, വേറെ എനിക്കറിയാടാ. ഞാൻ അതുകൊണ്ടല്ലേ നീ ഒറ്റയ്ക്കാവാതിരിക്കാൻ ഇരട്ട വേണ്ടിയല്ലേ ഞാൻ കൂടെ വന്നത്. ഒരു തൊഴിലും ഇല്ല, ചുമ്മാ മൂവി കുത്തിയിരിക്കും. നമുക്കാ ചേട്ടി RDR ഭവിഷ്യായിട്ട് പോയാ ഭവിഷ്യായിട്ട് കേക്കാവോ? ഓ കേക്കാം. നമുക്ക് ഈ RDR അത്രയ്ക്ക് ഇതാക്കി കളിക്കാൻ പറ്റുമെന്ന് അറിയാമോ? നമുക്ക് ഈ ആരുടെ അണ്ടറിലൊന്നും നിൽക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇവിടന്മാരെ പിടിച്ചിടിക്കണം.
ചന്ദ്ര ശരത്തേട്ട അതാണ് വിചാരിച്ചിരിക്കുന്നത്. അളിയാ, ഇപ്പൊ ഒരാഴ്ച അളിയാ, എല്ലാരും RDR നിർത്തും. അളിയാ നീ ഒരാഴ്ച എന്തിനാ കഴിഞ്ഞാൽ RDR നമ്മള് ചന്ദ്ര മനസ്സിലാക്കില്ല. ചന്ദ്ര ഇത്രേ ഉള്ളൂ അളിയാ, നീ ഇളക്കി വിട്ട തീരുന്നതേ ഉള്ളൂ, നീ പോയി RP കളിയാ ചന്ദ്ര. ബാബു പൊലയാടി. ആർഡിആറിനകത്ത് കാണിക്കാൻ പോണത് ഹിസ്റ്ററിലാരും കാണിച്ചിട്ടുണ്ടാവൂല. അതെന്തായാലും പേടിക്കണം. അവിടെ ഒരു സാമാനം പോലെ നടക്കുന്ന സ്പോട്ട് ബാന. സംസാരിക്കാൻ പോലും പറ്റാത്ത എനിക്ക് ഇതിനകത്ത് മുട്ടൻ MS ആയിരിക്കും, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന്റെ അകത്ത്. അപ്പൊ RP കേറണം. അതിനാണ് താഴെ MS. ചന്ദ്രു ചുമ്മാ നമ്മളെ ഇളക്കിയിട്ട് പോയി RP വിളിച്ചോ. ചന്ദ്ര അളിയാ എനിക്ക് ഇന്നലെ ഒരു RDRല് ഈ വോയിസ് ബഗ് ഉണ്ടായിരുന്നു അളിയാ, പക്ഷെ എനിക്ക് ഇപ്പൊ ഇല്ല. ഞാൻ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തു, കളിക്കുന്നില്ല. അതല്ല ചന്ദ്ര പോയി ചുമ്മാ ഇതാക്കണേ. ചുമ്മാ ഞാനും ഇളക്കി വിട്ടാ പോയി കളിച്ചോ. ഇളക്കണം ഞാൻ കേറോട്ടെ. വെയിറ്റ് ഇല്ലേ പോരാ ബാബു. അല്ലേ ചന്ദ്ര അളിയാ പോയി കളിയാ. എന്താ നീ നമുക്ക് നീ സീരിയസ് ആയി നമുക്ക് സീരിയസ് ആയി വിചാരിക്കും. ചന്ദ്ര തമാശ നീ സീരിയസ് ആയി. എന്റെ ചന്ദ്രു ഇങ്ങനെയല്ല. എന്റെ ചന്ദ്രു പോയി സീരിയസ് ആയിട്ടാ. അത് കൊള്ളാതെ ചേട്ടാ. എത്ര ഞാൻ ഒരു കാര്യം പറഞ്ഞു, ശരത്തേണ്ട എന്തോ RDR ഭയങ്കരമായിട്ട് ഇതാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇംഗ്ലീഷ് അറിയാന്നുള്ളതിന്റെ അഹങ്കാരം സംഭവം അതാണ്. എന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ഞാൻ RP ഒന്നല്ല ഇനി RDR തന്നെ എനിക്കൊന്ന്. അത് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. ആവശ്യമായിട്ട് അത് എനിക്ക് തോന്നുന്നത് രാത്രി ഒരു 7 മണി തൊട്ട് 8 മണി വരെ RP. അത് കണ്ണാപ്പി, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ബാബു ഇതിനെതിരെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും കയറി സംസാരിച്ചാൽ ഞാൻ വെള്ളയാണി വന്ന് എന്റെ വീട്ടിൽ കയറി അടിക്കും. എന്ത് സംസാരിച്ച് ഞാനിപ്പോ കണ്ണാപ്പിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യം, അതിനിടയ്ക്ക് കയറി നീ ഡയലോഗ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടി. എടാ കണ്ണാപ്പി, നിന്നെ പോലെ ഒരു വിഷം, നിന്നെ പോലെ ഇത്രയും കുത്തിത്തിരിപ്പം, നിനക്ക് കഴിവില്ലാതെ ഒരു കാര്യത്തിന് ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇതിനകത്ത് ഇറ്റാച്ചി, രായൻ, മന്ദാരം, ഷൗടെക്സ്, പിന്നെ ആരാ ഷൗടെക്സ്, പിന്നെ ഒരു മിനിറ്റ്, ഷൗടെക്സ്, രായൻ, മന്ദാരം, ഇറ്റാച്ചി, ബാലൻ, പിന്നെ അമ്പത്തൂര്. ബാബു ഞാൻ നിന്റെ പറഞ്ഞു ബാബു ഓൾറെഡി. ഞാൻ മ്യൂട്ട്, സോറി അറിയാതെ അൺമ്യൂട്ട് ചെയ്താ. അമ്പത്തൂര്. ഈ 7-8 പേര് അവന്മാർക്ക് ലാംഗ്വേജില് ഒരു എന്തൊക്കെ സീൻ ഉണ്ടെങ്കിലും അത് മൈൻഡ് ആക്കാതെ മറ്റേ കോൺഫിഡൻസോട് കൂടി സംസാരിച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് ഇവിടെ റാഞ്ചിലും ജോലി ചെയ്ത് ഓരോരുത്തരെ പരിചയപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ കയറി വന്നിട്ട് കൊണന്ന് പറഞ്ഞ് മാസ് കാണിക്കാൻ മാത്രം അറിയാവുന്ന നിന്നെ പോലുള്ള കാട്ടവരാദികൾക്ക് പറഞ്ഞ സാധനമല്ല ഈ RDR എന്ന് പറയുന്ന RP. അവരല്ലല്ലോ ഞാൻ അവരല്ലല്ലോ എങ്കിൽ പിന്നെ കുറ്റം പറയാതിരിക്കുക. ആര് കുറ്റം പറഞ്ഞ ബാബു മൈക്ക് തുറക്കത്തില്ല, നീ അത് വിട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മൈക്ക് തുറക്കത്തില്ല, നീ അത് വിട്. അവൻ സംസാരിക്കത്തില്ല, മനസ്സിലായോ? ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞു, ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനകത്ത് ഒന്ന് കുറ്റം പറയാതിരിക്കുക. കുറ്റം പറഞ്ഞില്ല നമ്മളെന്ത് ഒരു കുറ്റം ഞാൻ ഭാവിച്ചിട്ട് ഞാൻ ഇവിടെ ഇത്ര ഒരു കുറ്റം ഭാവിച്ചിട്ട് അല്ല മൈക്ക് തുറക്കണ്ട, കുറ്റം പറഞ്ഞു ഇല്ലെന്ന് മാത്രം ആവശ്യം പറഞ്ഞാൽ മതി. സോ RDRനകത്തോട്ട് ആൾക്കാരെ നിർത്തിപ്പോവും. RDRലോട്ടാണ് ഫേവറിസം. GTA വന്നു കഴിഞ്ഞാൽ GTAയും കളിക്കും, RDR തോന്നുന്ന സമയത്ത് RDRും കളിക്കും. സോ അത് രായനും പറഞ്ഞിട്ടുണ്ട്, അമ്പത്തൂർ എല്ലാരും അവരുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. സോ അങ്ങ് GTA വന്നു കഴിഞ്ഞാൽ RDR സ്തംഭിക്കും, നിർത്തിപ്പോകുന്നു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും മോൻ പറയണ്ട. ഇല്ല, ഞാൻ പറഞ്ഞു തമാശക്ക് പറയുന്നില്ല. ശരത്തൻ എന്തിനാ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നത്? സീരിയസ് ആയിട്ട് എടുക്കുന്ന വെച്ചാൽ നിന്റെ കൊണമുണ്ടാ ചാറ്റിലുള്ളവർക്ക് സീരിയസ് ആയിട്ട് തോന്നി. ഇതൊക്കെ എന്തിനല്ലേ നമ്മള് തമാശക്ക് പറയുന്നല്ലേ? ചന്ദ്രൻ നേരത്തെ സീരിയസ് ആയിട്ട് ശരത്തൻ സീരിയസ് ആവുന്നു. എനിക്ക് നിന്റെ അടുത്ത് ദൈവത്തോടാണ് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം രാത്രി തൊട്ട് ഞാൻ നിന്നെ വെറുത്തു. അത് എന്നല്ല ബാബുനെ, നിന്നെ ഞാൻ വെറുത്തു. എനിക്ക് നീയുമായിട്ട് ഇനി മറ്റേ ഒരു രീതിയിലുള്ള എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട, മനസ്സിലായോ? എനിക്ക് നിന്നെ വെറുത്തു. എനിക്ക് നീയായിട്ട് ഇനി ഒരു ബന്ധം വേണ്ട. അന്നത്തോടെ ഞാൻ നിന്നെ വെറുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയുടെ പേര് പോലും നമ്മൾ സംസാരിച്ചില്ല. നമ്മളവിടെ ഇമോജി ഇട്ട് കളിച്ചോണ്ടിരുന്ന സമയത്ത് നീ എന്താ അണ്ടിക്കാടാ റൊണാൾഡോയുടെ കാര്യം പറഞ്ഞേ? റൊണാൾഡോയ്ക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവൻ അവളുടെ കൂടെ പോയി കുളി കിടക്കും. നീ ആരാ ചോദിക്കുക? നീ മൂഞ്ചി കുത്തിയ വേൾഡ് കപ്പിൽ ക്വാളിഫൈ പോലും
ബാബുശ്ശേരി. വേൾഡ് കപ്പില് ക്വാളിഫൈ പോയിട്ട് ആ ചേട്ടാ ball ഇവ എന്നെ ആയിട്ടില്ലാന്ന് വിളിക്കുന്നു, ഞാൻ അറിയാത്ത വിളി നീ, കേൾക്കണോ? നീ ദൈവത്തെ അല്ല ആ ഓർത്ത് പൂൾ football ഡേസ് ആരാണ് സംസാരിക്കില്ലേ? പറഞ്ഞത് ബാബുച്ചേട്ടാ? പൂൾ ഡേസ് ആരാണ് പറഞ്ഞത്? എടാ, ചേട്ടാ, എടാ, ഞാൻ ഇവനെ പറയുന്നേ കേടാ വിളിക്കാം. ബാബു, നീ നിർത്ത് ഓക്കെ, ഓക്കെ, നീ മ്യൂട്ട് ചെയ്യണേ. ഇറ്റലി ക്വാളിഫൈ, ഇറ്റലി സ്പെയിന് ജർമ്മനി എന്നൊക്കെ പറഞ്ഞ ലൈവ് ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റലി വേൾഡ് കപ്പ് കളിച്ചോണം മൊണ്ണ ഈ തവണ. ഇല്ലില്ല, കളിച്ചില്ല. നമ്മളത് പണ്ടത്തെ കാര്യം പറഞ്ഞല്ലേ, പണ്ടത്തെ കാര്യം. എന്നിട്ട് ഇതൊന്നും അപ്പൊ ഒറ്റ മനുഷ്യര് കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഒറ്റ അല്ല ബാബുശേട്ട് അന്നത്തെ ദിവസം ഒറ്റ മനുഷ്യര് വാങ്ങുന്നില്ല. തുറന്ന എല്ലാരും ചന്ദ്രൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വേൾഡ് കപ്പ് ആയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞില്ല ശരത്തേട്ടാ, എന്നിട്ട് ഒരു ശരത്തേട്ട റീൽ അത് വിടുന്നുണ്ടോ? എത്ര